സർക്കാർ ഫണ്ട് വെട്ടിക്കുറച്ചതോടെ തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ വികസന പദ്ധതികൾ പ്രതിസന്ധിയിലായതായി പരാതി. പദ്ധതികളുടെ തുടർ പ്രവർത്തനങ്ങളും അനിശ്ചിതത്വത്തിലാണെന്ന് ജില്ലാ പഞ്ചായത്ത് ഭരണ നേതൃത്വം. KSUവിന് അഭിപ്രായം പറയാം, പരിധി വിടരുത് എന്ന് മന്ത്രി AP അനിൽകുമാർ. മാധ്യമങ്ങൾ പറയും പോലെ മുഖ്യമന്ത്രിയും KSUവുമായി എതിരഭിപ്രായം ഇല്ലെന്നും AP അനിൽകുമാർ. മാളയെ ആശങ്കയിലാഴ്ത്തിയ അച്ഛനും 3 മക്കളും കാണാതായ സംഭവം മണിക്കൂറുകൾക്കകം ശുഭപര്യവസാനമായി. അതിവേഗ അന്വേഷണത്തിലൂടെ 4 പേരെയും എറണാകുളം ജില്ലയിലെ പിറവത്ത് നിന്ന് മാള പോലീസ് കണ്ടെത്തി. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക് പോകാം. സർക്കാർ ഫണ്ട് വെട്ടിക്കുറച്ചതോടെ തൃശൂർ ജില്ലാ പഞ്ചായത്തിലെ വികസന പദ്ധതികൾ പ്രതിസന്ധിയിലായതായി പരാതി. 17 കോടിയിലധികം രൂപയുടെ കുറവ് ഉൽപാദന, കുടിവെള്ള, ജലസേചന മേഖലകളിലെ പദ്ധതികളെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് ജില്ലാ പഞ്ചായത്ത് ഭരണ നേതൃത്വത്തിന്റെ ആരോപണം. പദ്ധതികളുടെ തുടർ പ്രവർത്തനങ്ങളും അനിശ്ചിതത്വത്തിലാണെന്ന് ജില്ലാ പഞ്ചായത്ത് ഭരണ നേതൃത്വം ചൂണ്ടിക്കാട്ടി. സർക്കാർ വിഹിതത്തിൽ 17 കോടിയിലധികം രൂപയുടെ കുറവ് വരുത്തിയതോടെ തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതികൾ പ്രതിസന്ധിയിലായി. പൊതു പ്ലാൻ ഫണ്ട്, പട്ടികജാതി പട്ടികവർഗ ഘടക പദ്ധതികൾ, ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് എന്നിവയിൽ ഗണ്യമായ വെട്ടിക്കുറവ് വരുത്തിയതാണ് വികസന പ്രവർത്തനങ്ങളെ ബാധിക്കുന്നതെന്ന് ജില്ലാ പഞ്ചായത്ത് ഭരണ നേതൃത്വം ആരോപിച്ചു. ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് കഴിഞ്ഞ വർഷം ലഭിച്ച 16 കോടി രൂപയിൽ നിന്ന് ഇത്തവണ 6 കോടി രൂപയായി കുറഞ്ഞതോടെ കുടിവെള്ള, ജലസേചന പദ്ധതികൾ ഉൾപ്പെടെ നിരവധി പദ്ധതികൾക്ക് തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തൽ. ഇതിനിടെ പുതിയ സർക്കാർ അധികാരത്തിലെത്തിയ ശേഷവും ജില്ലാ ആസൂത്രണ സമിതികൾ പുനഃസംഘടിപ്പിക്കാത്തതിനാൽ പദ്ധതികൾക്ക് അംഗീകാരം ലഭിക്കുന്നതിലും കാലതാമസം നേരിടുന്നതായി ആരോപണമുണ്ട്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ അവസാന ഗഡുവും ഈ വർഷത്തെ ആദ്യ ഗഡുവും അനുവദിക്കാത്തതിനാൽ ആരംഭിച്ച പദ്ധതികളുടെ തുടർ പ്രവർത്തനങ്ങളും അനിശ്ചിതത്വത്തിലാണെന്ന് ജില്ലാ പഞ്ചായത്ത് ഭരണ നേതൃത്വം ചൂണ്ടിക്കാട്ടി. മീഡിയ ടൈം, തൃശൂർ. KSUവിന് അഭിപ്രായം പറയാം, പരിധി വിടരുത്. ചില സന്ദർഭങ്ങളിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്നും മന്ത്രി AP അനിൽകുമാർ. തൃശൂരിൽ മുഖ്യമന്ത്രി KSU വിഷയത്തിൽ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു മന്ത്രി AP അനിൽകുമാർ. മാധ്യമങ്ങൾ പറയും പോലെ മുഖ്യമന്ത്രിയും KSUവുമായി എതിരഭിപ്രായം ഇല്ലെന്നും AP അനിൽകുമാർ പറഞ്ഞു. അതിനകത്ത് കാലവും സമയവും ഒന്നും നോക്കാറില്ല, സ്വാഭാവികമാണ്. പക്ഷേ ഗവൺമെൻറ് അതിനകത്ത് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, അതിനകത്ത് പാലിക്കേണ്ട ചില പരിധികളുണ്ട്. ആ പരിധികൾക്കകത്ത് നിന്നുള്ള അഭിപ്രായം പറയുന്നതിൽ വിരോധമില്ല. ഈ അഭിപ്രായം പറഞ്ഞത് ഒരു സഹിഷ്ണുതയോടെ കേൾക്കാനും അതിനനുസരിച്ചുള്ള ചോദ്യത്തിൽ KSU അവർക്ക് എന്താ കാര്യങ്ങൾ പറയുന്നത് ഒരു ഇടമാണ്. ഇത്തരം കാര്യങ്ങളിലൊക്കെ നിങ്ങളതിനെ വേറെ വ്യാഖ്യാനങ്ങൾ കാണേണ്ടില്ല. KSUവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്തെങ്കിലും അവർക്ക് അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ തീർച്ചയായിട്ടും പാർട്ടിയും ഗവൺമെൻറ്റും, പാർട്ടി എന്ന് പറയുന്ന ഗവൺമെൻറ് എന്ന് പറയുന്നത് രണ്ടല്ല. മാളയെ ആശങ്കയിലാഴ്ത്തിയ അച്ഛനും 3 മക്കളും കാണാതായ സംഭവം മണിക്കൂറുകൾക്കകം ശുഭപര്യവസാനമായി. അതിവേഗ അന്വേഷണത്തിലൂടെ 4 പേരെയും എറണാകുളം ജില്ലയിലെ പിറവത്ത് നിന്ന് മാള പോലീസ് കണ്ടെത്തി. സൈബർ ട്രാക്കിങ്ങിന്റെയും രഹസ്യാന്വേഷണ വിവരങ്ങളുടെയും അടിസ്ഥാനത്തിലായിരുന്നു അന്വേഷണം. സ്കൂളിലേക്ക് പോകുകയാണെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയ അച്ഛനെയും 11, 9, 6 വയസ്സുള്ള 3 മക്കളെയും മണിക്കൂറുകൾക്കകം സുരക്ഷിതരായി കണ്ടെത്തി മാള പോലീസ്. രാവിലെ വീട്ടിൽ നിന്നിറങ്ങിയ 4 പേരും വൈകിയും തിരിച്ചെത്താത്തതിനെ തുടർന്ന് ബന്ധുക്കൾ മാള പോലീസിൽ പരാതി നൽകി. റൂറൽ SP മുഹമ്മദ് നദീമുദ്ദീന്റെ നിർദ്ദേശപ്രകാരം പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അടിയന്തര അന്വേഷണം ആരംഭിച്ചു. ആദ്യഘട്ടത്തിൽ ഗോവയിലേക്ക് പോകുകയാണെന്ന് പറഞ്ഞാണ് ഇവർ വീട് വിട്ടതെന്ന് കണ്ടെത്തിയെങ്കിലും അത് അന്വേഷണത്തെ വഴിതിരിച്ചുവിടാനുള്ള ശ്രമമാണെന്ന് പിന്നീട് വ്യക്തമായി. സൈബർ ട്രാക്കിങ്ങിന്റെയും രഹസ്യാന്വേഷണ വിവരങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഇവർ ആദ്യം ആലപ്പുഴയിലെ കൃപാസനത്തിലും തുടർന്ന് എറണാകുളം ജില്ലയിലെ പിറവത്തുമെത്തിയതായി പോലീസ് തിരിച്ചറിഞ്ഞു. തുടർന്ന് പിറവം പോലീസിന്റെ സഹകരണത്തോടെ നടത്തിയ സംയുക്ത നീക്കത്തിലാണ് അച്ഛനെയും 3 മക്കളെയും മണിക്കൂറുകൾക്കകം സുരക്ഷിതരായി കണ്ടെത്തിയത്. സാങ്കേതിക വിദ്യയുടെ ഫലപ്രദമായ ഉപയോഗവും വിവിധ പോലീസ് യൂണിറ്റുകളുടെ മികച്ച ഏകോപനവുമാണ് കേസിന്റെ ദ്രുത പരിഹാരത്തിന് വഴിയൊരുക്കിയതെന്ന് പോലീസ് അറിയിച്ചു. സംഭവം ബന്ധുക്കൾക്കും നാട്ടുകാർക്കും വലിയ ആശ്വാസമായി. മീഡിയ ടൈം, മാള. 3 പീടിക ഇരിങ്ങാലക്കുട റോഡിൽ പെരുമംഗലത്ത് കാർ നിയന്ത്രണം വിട്ട് വൈദ്യുതി പോസ്റ്റ് ഇടിച്ച ശേഷം കടയിലേക്ക് ഇടിച്ചു കയറി. രാത്രിയിൽ നടന്ന അപകടത്തിൽ വാഹനത്തിലുണ്ടായിരുന്നവർ അത്ഭുതകരമായി പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു.
മൂന്ന് പീടിക ഇരിങ്ങാലക്കുട റോഡിൽ പെരിമംഗലത്ത് നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റിലിടിച്ച് സമീപത്തെ കടയിലേക്ക് ഇടിച്ചു കയറി. ഇരിങ്ങാലക്കുട ഭാഗത്തു നിന്ന് എത്തിയിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. പെരിഞ്ഞനം സ്വദേശികളാണ് വാഹനത്തിലുണ്ടായിരുന്നത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. കാറിലുണ്ടായിരുന്നവർ അത്ഭുതകരമായി പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഇന്നലെ രാത്രി 10 മണിയോടെയായിരുന്നു അപകടം. അപകടത്തെ തുടർന്ന് ഫയർഫോഴ്സ്, KSEB അധികൃതർ, പോലീസ് എന്നിവർ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനവും തുടർ നടപടികളും സ്വീകരിച്ചു. മീഡിയ ടൈം, കയ്പമംഗലം. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. പൊയ്യ ഗ്രാമപഞ്ചായത്ത് നവപ്രതിഭ പുരസ്കാര വിതരണം സംഘടിപ്പിച്ചു. കായിക യുവജനക്ഷേമ മന്ത്രി അഡ്വക്കേറ്റ് OJ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. പരീക്ഷകൾ വിജയിക്കുക, ജീവിതത്തിൽ വിജയിക്കുക എന്നൊക്കെ പറയുന്നത് നമുക്ക് തോന്നും ഒരുപോലെയാണ്. പക്ഷെ ഒരുപോലെയല്ല. പരീക്ഷകൾ വിജയിക്കുന്നത് പോലെ ജീവിതത്തിൽ വിജയിക്കുക എന്നുള്ളതുപോലെ കാര്യമില്ല. ജീവിതം വളരെ വളരെ വ്യത്യസ്തമാണ്. പഠനത്തിൽ ഉപയോഗിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും. എനിക്ക് വരെ പഠിച്ചതൊന്നുമില്ല, ഇനി വേറെ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്ന് മനസ്സിലാക്കുന്ന സമയത്താണ്. ഇതുവരെ പഠിക്കുന്നതൊക്കെ ഏതെങ്കിലും സ്കൂളിലോ കോളേജിലൊക്കെ ഫീസ് കൊടുത്ത് പഠിക്കാൻ കഴിയുന്ന കാര്യമാണ്, പഠിപ്പിക്കാൻ അധ്യാപകർക്ക് കഴിയുന്ന കാര്യമാണ്, സിലബസ് ഉണ്ട്, ലൈഫുകളുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ജീവിതത്തെ സംബന്ധിച്ചുള്ള പഠനത്തിന് പ്രത്യേകിച്ചൊരു സിലബസുമില്ല, പ്രത്യേകിച്ച് പഠിപ്പിച്ചു തരാൻ കഴിയുന്ന അധ്യാപകരുണ്ട്. അതിന് ഫീസുമാരും നിശ്ചയിച്ചിട്ടില്ല, അതിന് സിലബസുമാരും നിശ്ചയിച്ചിട്ടില്ല. പഞ്ചായത്ത് പ്രസിഡന്റ് ഔസേപ്പച്ചൻ ജോസ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുഭാഷിണി രാജീവ്, ജില്ലാ പഞ്ചായത്ത് അംഗം സാജൻ കൊടിയൻ, പൊയ്യ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോളി സജീവ്, മാള ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം അധ്യക്ഷ സെലിൻ ജെയിംസ്, പൊയ്യ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ലിൻസി ജോയ്, ഷൈബു തോമസ്, PP ആനി, ബ്ലോക്ക് മെമ്പർ ബൈജു പാറേക്കട്ട് എന്നിവർ സംസാരിച്ചു. മാള വലിയപറമ്പ് സ്നേഹഗിരി ഹോളി ചൈൽഡ് സെൻട്രൽ സ്കൂളിൽ PTA ജനറൽ ബോഡി യോഗവും വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും നടന്നു. സിസ്റ്റർ മരിയറ്റ് ഉദ്ഘാടനവും അവാർഡ് വിതരണവും നടത്തി. പ്രിയ കുട്ടികളെ, നിങ്ങളെ ഓരോരുത്തരെയും മാനേജ്മെന്റിന്റെ കീഴിൽ അഭിനന്ദിക്കുകയാണ്. നിങ്ങളുടെ എഫേർട്ട്, നിങ്ങളുടെ ത്യാഗങ്ങൾ പലതും നിങ്ങൾ വേണ്ട എന്ന് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞൊരു വർഷം എനിക്കറിയാം പല പ്രോഗ്രാംസും ഒരുപക്ഷെ നിങ്ങളും നിങ്ങളുടെ മാതാപിതാക്കളും കൂടെ നിന്ന് വേണ്ട എന്ന് വെച്ചിട്ടാണ് ഈ ഒരു നല്ലൊരു ഒരു വിജയം നിങ്ങൾക്ക് കൈവരിക്കാൻ സാധിച്ചിരിക്കുന്നത്. നിങ്ങളെ ഓരോരുത്തരെയും മാനേജ്മെന്റിന്റെ പേരിൽ ഞാൻ അഭിനന്ദിക്കുന്നു. നമുക്ക് നല്ലൊരു കൈയടി നമ്മുടെ മക്കൾക്ക് കൊടുക്കാം. ഒപ്പം തന്നെ എല്ലാ അധ്യാപകരെയും നമുക്കറിയാം ഈ നല്ലൊരു വിജയം 27 കുട്ടികളാണ് ICSE എക്സാം എഴുതിയത്. PTA പ്രസിഡന്റ് കുര്യൻ ആലപ്പാട്ട് അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ ലിജോ, PTA വൈസ് പ്രസിഡന്റ് അനിൽ പ്ലാക്കിൽ, വിജിബ മാനേജർ സിസ്റ്റർ ഗ്രേസ് എന്നിവർ സംസാരിച്ചു. കേരള മഹിളാ സംഘം മാള മണ്ഡലം കൺവെൻഷൻ മാള വ്യാപാര ഭവനിൽ ചേർന്നു. കേരള മഹിളാ സംഘം സംസ്ഥാന കമ്മിറ്റി മെമ്പർ റോസ്ലി ഉദ്ഘാടനം ചെയ്തു. 35 വയസ്സ് കഴിഞ്ഞ നമ്മുടെ വീട്ടമ്മമാർ, ആ വീട്ടമ്മമാർക്ക് 59 വയസ്സ് വരെയുള്ള വീട്ടമ്മമാർക്ക് സുരക്ഷാ പെൻഷൻ കൊടുക്കണമെന്ന് തീരുമാനിക്കുക മാത്രമല്ല 2 മാസക്കാലത്തെ പെൻഷൻ കൊടുത്ത അപേക്ഷകർക്കെല്ലാം കൊടുത്തു. സർക്കാർ മാറ്റിവെച്ചു നമുക്ക് വേണ്ടി 3720 കോടി രൂപ ഈ കേരളത്തിലെ പാവപ്പെട്ട വീട്ടമ്മമാർക്ക്. പാവപ്പെട്ട വീട്ടമ്മമാർ എന്ന് ഞാൻ എടുത്തു പറയുന്നത് മഞ്ഞ കാർഡുകാർക്കും BPL കാർഡുകാർക്കും മാത്രമാണ് ഈ പെൻഷൻ കിട്ടുന്നത്. ഉഷാ ബാലൻ അധ്യക്ഷത വഹിച്ചു. ഇന്ദിരാ ദിവാകരൻ, മിനിത ബാബു, KV വസന്തകുമാർ, MR അപ്പുക്കുട്ടൻ, MK ബാബു, ലളിത ചന്ദ്രശേഖർ, ബൈജു മണന്തറ എന്നിവർ സംസാരിച്ചു. കേരള മഹിളാ സംഘം മണ്ഡലം സെക്രട്ടറിയായി അശ്വതി എസിനെയും പ്രസിഡന്റായി സിമി രൂപേഷിനെയും തെരഞ്ഞെടുത്തു. രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് എടത്തുരുത്തി അയ്യപ്പൻകാവ് ക്ഷേത്രത്തിൽ ആനയൂട്ട് ഭക്തി നിർഭരമായി നടന്നു. ചടങ്ങുകളുടെ ഭാഗമായി രാവിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, ഭഗവത് സേവ, ആനയൂട്ട് എന്നിവയും സംഘടിപ്പിച്ചു. ക്ഷേത്രം തന്ത്രി തരണനെല്ലൂർ പടിഞ്ഞാറെ മന ബ്രഹ്മശ്രീ പത്മനാഭൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. ദേവസ്വം ഓഫീസർ T സുരേഷ് കുമാർ, ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികളായ സന്തോഷ് മാരാത്ത, സുജിത്ത് പാറയിൽ, ശാലിഷ് കോമാത്ത്, സജീവ് കലാനി എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി.
കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡും ചാമക്കാല ഒയാസിസ് ആയുർ ക്ലിനിക്കും സംയുക്തമായി സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. മുൻ MP TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ രശ്മി ശ്രീജിത്ത് അധ്യക്ഷയായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK സക്കറിയ മുഖ്യാതിഥിയായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സുരേഷ് കൊച്ചുവീട്ടിൽ, അനസമോൾ, മണി ഉല്ലാസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഫാത്തിമ അനസ്, പഞ്ചായത്ത് അംഗങ്ങളായ ലുബ്ന ജിനൂബ്, സന്ധ്യ രവീന്ദ്രൻ, PM സൈനുദ്ദീൻ, CDS അംഗം ഫിലോമിന ജോഷി തുടങ്ങിയവർ സംസാരിച്ചു. കോൺഗ്രസ് കയ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണം നടത്തി. DCC ജനറൽ സെക്രട്ടറി CJ പോൾസൺ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് KV അബ്ദുൾ മജീദ് അധ്യക്ഷത വഹിച്ചു. DCC അംഗം CJ ജോഷി, ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ സുരേഷ് കൊച്ചുവീട്ടിൽ, അനസ് അബൂബക്കർ, ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ജിനൂബ് അബ്ദുറഹ്മാൻ, PN ദാസൻ, ദിവാകരൻ കുറുപ്പത്ത് തുടങ്ങിയവർ സംസാരിച്ചു. വീരൻചിറയിൽ സ്വകാര്യ വ്യക്തിയുടെ വീട്ടുപറമ്പിലെ കമ്പിവേലിയുടെ നെറ്റിൽ കുടുങ്ങിയ ഈനാമ്പേച്ചിയെ വനപാലകർ സുരക്ഷിതമായി രക്ഷിച്ചു. പറമ്പിൽ ഈനാമ്പേച്ചിയെ കണ്ട വീട്ടുകാർ ഉടൻ തന്നെ വനവകുപ്പ് അധികൃതരെ വിവരം അറിയിക്കുകയായിരുന്നു. കൊന്നക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷനിലെ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ മധു KK, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ വിഷ്ണു MT, ഫോറസ്റ്റ് വാച്ചർ നടരാജൻ, ചാലക്കുടി ഫോറസ്റ്റ് മൊബൈൽ പാർട്ടി വൈൽഡ് ലൈഫ് റെസ്ക്യൂ ദീപു, വാച്ചർ ഷിനോയ്, ഡ്രൈവർ ഷഫീഖ് എന്നിവരടങ്ങിയ സംഘമാണ് റെസ്ക്യൂ ഓപ്പറേഷന് നേതൃത്വം നൽകിയത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സർക്കാർ ഫണ്ട് വെട്ടിക്കുറച്ചതോടെ തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ വികസന പദ്ധതികൾ പ്രതിസന്ധിയിലായതായി പരാതി. പദ്ധതികളുടെ തുടർ പ്രവർത്തനങ്ങളും അനിശ്ചിതത്വത്തിലാണെന്ന് ജില്ലാ പഞ്ചായത്ത് ഭരണ നേതൃത്വം. KSUവിന് അഭിപ്രായം പറയാം, പരിധി വിടരുത് എന്ന് മന്ത്രി AP അനിൽകുമാർ. മാധ്യമങ്ങൾ പറയും പോലെ മുഖ്യമന്ത്രിയും KSUമായി എതിരഭിപ്രായം ഇല്ലെന്നും AP അനിൽകുമാർ. മാളയെ ആശങ്കയിലാഴ്ത്തിയ അച്ഛനും 3 മക്കളും കാണാതായ സംഭവം മണിക്കൂറുകൾക്കകം ശുഭപര്യവസാനമായി. അതിവേഗ അന്വേഷണത്തിലൂടെ 4 പേരെയും എറണാകുളം ജില്ലയിലെ പിറവത്തു നിന്ന് മാള പോലീസ് കണ്ടെത്തി. ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.